ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനി. അമ്മൂസ് പൊടിക്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സ്റ്റഫ്ഡ് ബ്രിഞ്ചലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വളരെ വളരെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കുറച്ച് സാധനങ്ങൾ ഉണ്ടെങ്കിൽ വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് സ്റ്റഫ്ഡ് ബ്രിഞ്ചൽ. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ 2 സൈസിലുള്ള വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് ഇതുമാതിരി ചെറിയ സൈസിലുള്ള വഴുതനങ്ങയും ഒന്ന് ഇതുമാതിരി നീണ്ട വഴുതനങ്ങയും എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ കറി മസാല പൗഡർ, 1 ടീസ്പൂൺ ആംചൂർ പൗഡർ. ഇത് മാങ്ങ പൊടി ഉണക്കി പൊടിച്ച പൊടിയാണ്. ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു തക്കാളിയുടെ പേസ്റ്റ് എടുത്താലും മതി. ശകലം ഇഞ്ചി, വെളുത്തുള്ളി 2-3 ചുവന്നുള്ളി പേസ്റ്റാക്കി എടുത്തതാണ് ഇത്. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ശകലം മല്ലിയില അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് എണ്ണയും. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന മസാലയെല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്യാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ നമുക്ക് ഒന്നിച്ച് മിക്സ് ചെയ്തെടുക്കാം. ടീസ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് ഇത് മിക്സ് ചെയ്യാം. ഇത് തക്കാളിയുടെ പേസ്റ്റ് ചേർക്കുന്നവർക്കാണെങ്കിൽ ഈ വെള്ളം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഈ പേസ്റ്റ് ഇപ്പോൾ നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് മാറ്റി വെച്ചിട്ട് ഈ വഴുതനങ്ങ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇത് നല്ലതുപോലെ കഴുകി തുടച്ചെടുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങകളാണ്. ഇതിനെ നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. നടുക്കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇത് 4 ഭാഗമായിട്ട് ഈ ഭാഗം വിടിയിച്ച് പോകാത്ത തരത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇതിനെ ഞാൻ 2ആയിട്ടാണ് മുറിക്കുന്നത്. ഞാൻ ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇനി നമുക്ക് മസാല നിറയ്ക്കാം. ഇനി ഈ വഴുതനങ്ങയ്ക്കകത്ത് നമുക്ക് ഈ മസാല നിറയ്ക്കണം. ഇങ്ങനെ അങ്ങോട്ട് അകർത്തി വെച്ചിട്ട് ഇതിനകത്ത് കുറേശ്ശെ മസാല നിറച്ച് കൊടുക്കണം. 4 സൈഡിലും ഇതുപോലെ നിറച്ച്, എന്നിട്ട് ഇതുപോലെ അടുപ്പിച്ച് വെക്കണം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് നിറച്ചെടുക്കാം. ഇതുപോലെ ഈ നീണ്ട വഴുതനങ്ങയിലും നമുക്കിതുപോലെ നിറച്ചെടുക്കണം. ഇത് ഒരുപാട് അരിമുറ്റാത്ത നല്ല ചെറിയ വഴുതനങ്ങയാണ്. ഇതുമാതിരിയുള്ള വഴുതനങ്ങയാണ് നമുക്ക് എടുക്കേണ്ടുന്നത്. ഇതുപോലെ ഞാൻ എല്ലാ വഴുതനങ്ങയിലും നല്ലതുപോലെ മസാല ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി വെച്ച് ആ എണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുക്കാം. ഇതിപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്കൊരു ശകലം ജീരകം ഇട്ട് പൊട്ടിക്കാം. ഇതിലോട്ട് ശകലം കായപ്പൊടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ നമുക്ക് ഓരോ ലെയറായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ചെറിയ തീയിലിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ. ഇനി അടച്ച് വെച്ച് 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ മറുവശവും കൂടെ തിരിച്ചിട്ട് നമുക്കൊന്ന്
കൊടുക്കാം. ഇതെല്ലാം ഇപ്പോൾ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റും കൂടെ അടച്ച് വെച്ച് വീണ്ടും വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ സ്റ്റഫായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുക്കാം. ഇനി നമുക്ക് ഈ മല്ലിയില ഇട്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇത് എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.